എങ്ങനെയെങ്കിലും ആ ഹൃദയെ ഒഴിവാക്കാനും അവള് രാജു അടുക്കുന്ന ഓരോ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഞാനിവിടെ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുമ്പോ നീ ചെന്ന ഐശ്വര്യയുടെ ചെവിയിൽ വേദം ഓതി കൊടുത്തോണ്ടിരിക്കുന്നു. നീ പറഞ്ഞ എന്തെങ്കിലും ആ കുട്ടി കേട്ടിരുന്നെങ്കിൽ നടക്കാൻ പോകുന്ന വിവാഹം പോലും മുടക്കില്ലായിരുന്നോ? അതെ, മുടങ്ങുമായിരുന്നു. വിവാഹം മുടങ്ങാൻ തന്നെയാ ഞാൻ ഐശ്വര്യയോട് ഋതികയെക്കുറിച്ച് തുറന്നു പറയാൻ തീരുമാനിച്ചത്. ഈ വിവാഹം മുടക്കിയിട്ട് നിനക്കെന്താ ലാഭം? എന്റെ മകൻ നിന്റെ അച്ഛനേക്കാൾ വലിയ കോടീശ്വരനായതിന്റെ അസൂയാണോ? അതോ നീ അവൾക്ക് സപ്പോർട്ട് നിൽക്കുകയാണോ? ആ ഹൃദയക്ക് അതൊന്നുമല്ല. പിന്നെ എനിക്ക് രാജുവിനെ ഇഷ്ടമാ. അച്ഛൻ രാജുവിനെ കുറിച്ച് പറയുന്നത് കേട്ട് കേട്ട് എനിക്ക് രാജുവിനോട് ആരാധനയായിരുന്നു. പിന്നെപ്പോഴോ ആ ആരാധന ഒരു പ്രണയമായി മാറി. എങ്കി നിനക്കിതിനു മുമ്പേ എന്നോടോ നിന്റെ അച്ഛനോടോ ഇത് പറഞ്ഞ് തൊലിക്കായിരുന്നില്ലേ? അതിനാരെ എനിക്ക് സമയം തന്നത്? രാജു വന്ന് ഇറങ്ങിയ പാടെ രാധമ്മ ഇങ്ങനെ ധൃതി പിടിച്ച് രാജുവിന്റെ വിവാഹം തീരുമാനിക്കുമെന്ന് ഞാൻ ഓർത്തോ? ഒരു മാരണത്തിനെ എങ്ങനെ കെട്ടുകെട്ടിക്കുന്ന ആലോചിച്ച് തല പുകഞ്ഞിരിക്കുമ്പോഴേ അടുത്ത മാരണം. രാജുവിന് എന്റെ അച്ഛൻ ജോലി കൊടുത്ത് സഹായിച്ചതുകൊണ്ടല്ലേ രാജു ഇന്നീ നിലയിലായത്. അപ്പോ രാജുവിനെ സഹായിച്ച ആ അച്ഛന്റെ മകളായ ഞാൻ രാജുവിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അത് ശരി. മോളെ റോഷ്നി, നിന്റെ അച്ഛന്റെ കമ്പനിയിൽ എത്ര പേര് ഇതുവരെ ജോലി ചെയ്തിട്ടുണ്ടാവും? അവരൊക്കെ എന്റെ മകന്റെ നിലയിലെത്തിയോ? എന്തിന്? നിന്റെ ചേട്ടൻ പോലും നിന്റെ അച്ഛൻ രാജുവിനെ സഹായിച്ചതിന്റെ പേരില്ല ഇവിടെ നടക്കുന്ന എന്റെ മകന്റെ ബിസിനസ്സിൽ പാർട്ണറായിരിക്കുന്നേ. ഇവളെ ദേഷ്യപ്പെട്ട് പിണക്കി വിട്ട ഇവള് വീണ്ടും എന്തെങ്കിലും പൊങ്ങിലുണ്ടാക്കി വിവാഹം മുടക്കും. ഈ തള്ള ഞാൻ വിചാരിച്ചതിനും വലിയ താപ്പാനയാ. മോളെ റോഷ്നി, രാധമ്മ മോളോട് ദേഷ്യപ്പെട്ടതോർത്ത് മോള് വിഷമിക്കണ്ട. മോള് തന്നെ പറയേ, ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? മോളെ എനിക്ക് ഇഷ്ടാ. മോളുടെ അച്ഛൻ വലിയ ആള് തന്നെയാ. മോളുടെ അച്ഛനാണ് രാജുവിനെ ഈ നിലയിൽ എത്തിച്ചത്. പക്ഷെ മോളൊന്ന് ആലോചിച്ചു നോക്ക്. സെൻട്രൽ മിനിസ്റ്റർ മോളാ ഐശ്വര്യ. അവളെങ്ങാനും ഞങ്ങളുടെ കുടുംബത്തിന് നേരെ തിരിഞ്ഞ എന്റെ മകന്റെ ഭാവിയോ? തള്ള സെന്റിമെന്റ്സ് പിടിക്കുക. തൽക്കാലം അതേ രീതിയിൽ തിരിച്ചു നിൽക്കാം. അങ്ങനെയൊന്നും ചിന്തിക്കില്ല രാധമ്മേ. രാജുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് സംഭവിച്ചു പോയൊരബദ്ധം. എന്റെ മനസ്സിനെ ഞാൻ തന്നെ പതിയെ പതിയെ മാറ്റിക്കൊള്ളാം രാധമ്മേ. രാജുവിനും രാജുവിന്റെ കുടുംബത്തിനും ദോഷം ഉണ്ടാവുന്ന ഒന്നും ഇനി എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. മോളുടെ അച്ഛന്റെ കൈരാശി കൊണ്ടായിരുന്നു രാജുവിന്റെ തുടക്കം. അത് മോളായിട്ട് ഇല്ലാതാക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. വിശ്വസിക്കാൻ രാധമ്മേ. ഇനി എന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല. രാജുവിന് വേണ്ടി, രാജുവിന്റെ കുടുംബത്തിന് വേണ്ടി ഋതികയുടെ കാര്യത്തിലും എന്റെ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കും. ശരി മോളെ.